റംസി ദേ ടെങ് ടെടേങ് 4000 രൂപ. അതിന് കാക്ക 2 ദിവസമായിട്ട് പണിക്ക് പോയിട്ടുണ്ടായില്ലല്ല, ഇന്നലെ പണിക്ക് പോയുള്ളൂ. അപ്പൊ എങ്ങനെ 4000 രൂപ കിട്ടിയേ? അതൊക്കെ പറയാം. വർക്ക് ഇൻട്രസ്റ്റ് ആണ്. 2 ദിവസം മുമ്പേ ഒരു പുള്ളിയുടെ മതിൽ വിളിക്കണ കേസിന് വേണ്ടി എന്നെ വിളിച്ചാണ്ടായി. അപ്പോൾ പോയി നോക്കി വെറുതെ. അപ്പോൾ ഞാൻ വെറുതെ ഒരു 5000 രൂപ പറഞ്ഞു, പുള്ളിയുടെ അടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു അണ്ണനെയും വിളിച്ചിട്ട് ആ മതിൽ പൊളിച്ച് കളഞ്ഞ് 1000 അണ്ണനും കൊടുത്ത് 4000 രൂപ എനിക്കും കിട്ടി. ആ കൊള്ളാല. ഞാനും ആശാൻ്റെ ഒപ്പം പോകണമെന്നില്ല, സ്വന്തം പണിക്ക് തന്നെ പോകണുള്ളൂ. 1-2 സ്ഥലത്ത് ഞാൻ പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വന്തം പണി നാളെ ഉണ്ടാ? സ്വന്തം പണിയൊന്നും നാളെ ഇല്ല, ഞാൻ 1-2 സ്ഥലത്ത് പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കിട്ടാണെങ്കിൽ സുഖമല്ലേ, വെറുതെ ആശാൻ്റെ ഒപ്പം പോയി വെറുതെ തച്ച് മേടിക്കണ എന്തിനാ? ഇത്രയും നാൾ ആശാന്റെ ഒപ്പം പോയിട്ടല്ലേ നമ്മൾ ജീവിച്ചത്, എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടാ? കുറവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇത്ര നാൾ ആശാന്മാരല്ലേ നമ്മൾ വെച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി ആശാൻ്റെ ഒപ്പം പോകണമെന്നില്ല, സ്വന്തം പണിക്കേ പോകണുള്ളൂ. കാണിക്കുന്നത് ശരിയല്ല കേട്ടാ. സ്വന്തം പണി വരുമ്പോഴല്ലേ, അതുവരെ ആശാന്മാരുടെ ഒപ്പം പൊക്കൂടെ? ഞാൻ സ്വന്തം പണിക്കേ പോകണുള്ളൂ. ആശാനുള്ള ഹലോ ഹലോ, എടാ നാളെ പണിക്ക് വരില്ലേ? ആശാനെ നാളെ മുതൽ ഞാൻ ഇല്ല ആശാനെ. അന്ന് നീ പണിക്ക് വരാതെ? എനിക്ക് 2-3 വർക്കുകൾ ആയിട്ടുണ്ട് ആശാനെ. ഇനിയിപ്പോൾ ഞാൻ ആശാൻ്റെ പോകുന്നത് ശരിയാവില്ല. എടാ നീ ഇല്ലെങ്കിലേ സൈറ്റിൽ പരിപാടിയൊന്നും ഓടില്ല, അതാണ്. അത് ശരിയാവില്ല ആശാനെ, ഞാനില്ല. ആശാൻ വേറെ ആളെ നോക്ക്. എന്നാലേ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. പണി കുറയുമ്പോൾ നീ എന്നെ വിളിക്കണം കേട്ടോ. എന്നാൽ ശരി ആശാനെ, ഞാൻ ചെയ്ത് തിരക്കാണ്. ശരി. രണ്ടു ദിവസമല്ലേ കയറിയിരിക്കണേ, പണിയൊന്നും ആയില്ലേ? പണി പറഞ്ഞു വെച്ചുണ്ട്, അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ശരിയാവുമായിരിക്കും. വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇത് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇത് വാങ്ങിച്ചോണ്ട് നോട്ടാ. ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ രാവിലെയെങ്കിലും കിട്ടണോട്ടാ. എടാ വിനോദേ, നമ്മൾ പറഞ്ഞ പണി എന്തായി? എടാ അടുത്ത ആഴ്ചത്തേക്ക് റെഡിയാവോ? 1 മാസമോ? അടുത്ത ആഴ്ചത്തേക്ക് ആവൂലേ? ആ ശരി. എടാ ഷാജി, ഷമീറാണ്. എടാ ഞാനെന്നാ വർക്കൊന്നും നോക്കിയില്ലേ? ആ മതിലിട്ടാനായിട്ട്. എടാ അതെന്തായി? എടാ അടുത്ത ആഴ്ച നമുക്ക് തുടങ്ങാൻ പറ്റുമോ? അത് വർക്ക് ഇപ്പം ചവിട്ടിയേക്കാണ്. ആണോ? നീ വിളിക്ക്. ശരി. ഇങ്ങോട്ട് വന്നേ. അതേ വന്നെ. ഇന്ന് സാധനങ്ങൾ കുറച്ചുള്ളൂ അല്ല. കുറച്ച് സാധനങ്ങൾ മേടിച്ചോളൂ റംസി, പൈസ തികഞ്ഞില്ല, പൈസ ഉണ്ടായില്ല. സാധനങ്ങൾ എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ വാങ്ങണോട്ടാ. 2 ദിവസം കഴിയുമ്പോൾ മേടിക്കാം. പുതിയ പണിയുടെ കേസ് എന്തായി? തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. പണിയൊന്നും ആയില്ല റംസി, പണി വൈകും. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു വിനോദിൻ്റെയും ഒരു ഷാജിയുടെയും പണി. ഞാൻ വിനോദിനെ വിളിച്ചപ്പോൾ വിനോദിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അടുത്ത മാസം തുടങ്ങുന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ഷാജി അടുത്ത് ചോദിച്ചപ്പോൾ ഷാജിക്ക് ലോൺ പാസ്സായാലാണ് പറഞ്ഞത്. 2-3 ദിവസം കഴിയുമെന്നാണ് പറഞ്ഞത്. കയ്യിലുണ്ടായ കാശൊക്കെ തീർന്നു റംസി, അതായത് സാധനങ്ങൾ ഞാൻ കുറച്ച് മേടിച്ചത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ പണി ആവണ വരെ ആശാൻ്റെ ഒപ്പം പോകാനായിട്ട്. എനിക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. നാളെ പിള്ളേർക്ക് സ്കൂളിൽ ടൂറിൻ്റെ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്. കൺസേൺ ലെറ്ററൊക്കെ ഒപ്പിട്ട് കൊടുത്തേക്കുന്നതല്ലേ നമ്മൾ. അതെന്തായാലും കൊടുക്കണം കേട്ടോ. ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കണേ. തുടങ്ങേനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യമാണ്. പിള്ളേരോട് ദേഷ്യം, എന്നോട് ദേഷ്യം. എന്താ ഇങ്ങനെ തുടങ്ങണേ? എന്താ കാര്യം? ഞാൻ ദേഷ്യപ്പെടുന്നല്ല, മനുഷ്യൻ്റെ മാനസികാവസ്ഥ മൊത്തം പോയി കിടക്കുക. പറഞ്ഞ പണികളൊന്നും ശരിയായില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. എന്നൊക്കെ ആശാനൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നാ? സ്വന്തം പണിയൊക്കെ വരുമ്പോൾ വരട്ടെ, അതുവരെ ആശാൻ്റെ ഒപ്പം പോവും. ഒന്ന് വിളിക്കേ. ആശാനെ ഞാൻ എങ്ങനെ വിളിക്കാനാ? ആശാൻ്റെ അടുത്ത് അന്ന് വരൂല എന്ന് പറഞ്ഞ് ഞാൻ കട്ടായം പറഞ്ഞു പോകുന്നതല്ലേ. ഇനി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആശാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കണമെന്നില്ല ആശാനെ. എന്തായാലും ആശാനൊന്ന് വിളിച്ചു നോക്ക്. ഇത്ര നാളും ആശാൻ്റെ ഒപ്പം വർക്ക് ചെയ്തതല്ലേ, എന്താ ആശാൻ പറയണേന്ന് നോക്കാം. ആശാൻ ഫോൺ ചെയ്യണ്ടല്ലോ റംസി. ഒന്ന് എടുക്ക്. ഹലോ. എടാ എന്തായി? 2-3 വർക്ക് നിൻ്റെ പോയിന്ന് പറഞ്ഞ് ശരിയാണോ? പോയി ആശാനെ, പണി പോയി.
എടാ വർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നീ നാളെ തൊട്ട് നമുക്ക് പണിക്ക് പോവാ ഏട്ടാ. ആശാനെ എടാ നിന്റെ പണി വരുമ്പോൾ നീ പോയി പൊക്കോ. അതിന് മുമ്പ് നീ ഇങ്ങോട്ടൊന്ന് പണി, ഞങ്ങളോട് പണി കേട്ടാ. ഞാൻ വരാം ആശാനെ. ഇന്നിപ്പോൾ വെള്ളിയായി, നാളെ ശനി. അപ്പം പണി ചെയ്തി തിങ്കളാഴ്ച തൊട്ട് വാട്ടാ. ഞാൻ തിങ്കളാഴ്ച വരെ വരാം, കുഴപ്പമില്ല. ശരിയാന്ന് ശരി, ഓക്കെ. റംസി, ആശാൻ വിളിച്ചാണ്ടായി. തിങ്കളാഴ്ച വരെ എൻ്റെ അടുത്ത് പണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമാധാനമായില്ലേ? അയാൾ നല്ലൊരു മനുഷ്യനാണ് കേൾക്കാൻ. വേറെ ആരെങ്കിലും ഇങ്ങനെ ആണെങ്കിൽ വിളിക്കുമോ?